ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2025 ഓഗസ്റ്റിലെ PSC ബുള്ളറ്റിനിലെ കറണ്ട് അഫെയർസ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2023 മികച്ച നടന്മാർ ഷാരൂഖ് ഖാൻ, വിക്രാന്ത് മാസി. മികച്ച നടി റാണി മുഖർജി. മികച്ച സിനിമ 12th ഫെയിൽ. മികച്ച സംവിധായകൻ സുദീപ്തോ സെൻ. മികച്ച സഹതാരങ്ങൾ മുത്തുപ്പെട്ടി സോമു ഭാസ്കർ, ജാനകി ബോധിവാല. മലയാള സിനിമ മികച്ച സഹനടൻ വിജയരാഘവൻ, മികച്ച സഹനടി ഉർവശി, മികച്ച മലയാള ചിത്രം ഉള്ളൊഴുക്ക്, മികച്ച പ്രൊഡക്ഷൻ ഡിസൈനർ മോഹൻദാസ്, മികച്ച എഡിറ്റർ മിഥുൻ മുരളി. ഒന്നുകൂടെ പറയാം. ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2023 മികച്ച നടന്മാർ ഷാരൂഖ് ഖാൻ, വിക്രാന്ത് മാസി. മികച്ച നടി റാണി മുഖർജി. മികച്ച സിനിമ 12th ഫെയിൽ. മികച്ച സംവിധായകൻ സുദീപ്തോ സെൻ. മികച്ച സഹതാരങ്ങൾ മുത്തുപ്പെട്ടി സോമു ഭാസ്കർ, ജാനകി ബോധിവാല. മലയാള സിനിമ മികച്ച സഹനടൻ വിജയരാഘവൻ, മികച്ച സഹനടി ഉർവശി, മികച്ച മലയാള ചിത്രം ഉള്ളൊഴുക്ക്, മികച്ച പ്രൊഡക്ഷൻ ഡിസൈനർ മോഹൻദാസ്, മികച്ച എഡിറ്റർ മിഥുൻ മുരളി. ഒരു ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിൽ കൂടുതൽ റൺസ് 754 നേടുന്ന ഇന്ത്യൻ ക്യാപ്റ്റനാണ് ശുഭ്മാൻ ഗില്ല്. ഒരു ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിൽ കൂടുതൽ റൺസ് നേടുന്ന ഇന്ത്യൻ ക്യാപ്റ്റനാണ് ശുഭ്മാൻ ഗിൽ. ഇന്ത്യയുടെ അഭിഷേക് ശർമ്മ 2020 ക്രിക്കറ്റ് റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്ത്. വനിതകളുടെ കോപ്പ അമേരിക്ക ഫുട്ബോൾ കിരീടം ബ്രസീലിന്. ഫൈനലിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ കൊളംബിയയെ 5-4 പരാജയപ്പെടുത്തി. ബ്രസീലിൻ്റെ 9ാം കോപ്പ അമേരിക്ക കിരീടമാണിത്. വനിതകളുടെ കോപ്പ അമേരിക്ക ഫുട്ബോൾ കിരീടം ബ്രസീലിന്. വനിതാ യൂറോ കപ്പ് ഫുട്ബോൾ കിരീടം ഇംഗ്ലണ്ടിന്. ഫൈനലിൽ സ്പെയിനിനെ പരാജയപ്പെടുത്തി. വനിതാ യൂറോ കപ്പ് ഫുട്ബോൾ കിരീടം ഇംഗ്ലണ്ടിന്. കമ്മ്യൂണിറ്റി ഷീൽഡ് ഫുട്ബോൾ കിരീടം ക്രിസ്റ്റൽ പാലസിന്. ഫൈനലിൽ ലിവർപൂളിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 3-2 തോൽപ്പിച്ചു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിന്റെ ഡയറക്ടറായി ES പത്മകുമാർ നിയമിതനായി. വിക്രം സാരാഭായി സ്പേസ് സെന്റർ VSSC ഡയറക്ടറായി ഡോക്ടർ A രാജരാജനെ നിയമിച്ചു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിന്റെ ഡയറക്ടറായി ES പത്മകുമാർ നിയമിതനായി. വിക്രം സാരാഭായി സ്പേസ് സെന്റർ VSSCയുടെ ഡയറക്ടറായി ഡോക്ടർ A രാജരാജനെ നിയമിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കാളികളായ ഭീകരർക്കെതിരെ ഇന്ത്യൻ സൈന്യം നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ മഹാദേവ്. പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കാളികളായ ഭീകരർക്കെതിരെ ഇന്ത്യൻ സൈന്യം നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ മഹാദേവ്. വയോജനങ്ങൾക്ക് വീട്ടിലൊരു മുറി നിർബന്ധമാക്കി നിയമം കൊണ്ടുവരുന്ന സംസ്ഥാനമാണ് കേരളം. വയോജനങ്ങൾക്ക് വീട്ടിലൊരു മുറി നിർബന്ധമാക്കി നിയമം കൊണ്ടുവരുന്ന സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രീൻ ഹൈഡ്രജൻ ഇക്കോസിസ്റ്റം നിർമ്മിക്കാനൊരുങ്ങി ആന്ധ്രാപ്രദേശ്. മനുഷ്യ വന്യജീവി സംഘർഷത്തിന് അയവ് വരുത്തുന്നതിന് വനം വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് വിത്തൂട്ട്.
മനുഷ്യ വന്യജീവി സംഘർഷത്തിന് അയവ് വരുത്തുന്നതിന് വനം വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് വിത്തൂട്ട്. US മുൻ വൈസ് പ്രസിഡന്റ് കമല ഹാരിസിൻ്റെ സെപ്റ്റംബറിൽ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകമാണ് 107 ഡേയ്സ്. US മുൻ വൈസ് പ്രസിഡന്റ് കമല ഹാരിസിൻ്റെ സെപ്റ്റംബറിൽ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകമാണ് 107 ഡേയ്സ്. പേവിഷമുക്തം എന്ന നേട്ടം കൈവരിച്ച ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് ഗോവ. പേവിഷമുക്തം എന്ന നേട്ടം കൈവരിച്ച ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് ഗോവ. ബ്രഹ്മപുത്ര നദിയിൽ ലോകത്തെ ഏറ്റവും വലിയ അണക്കെട്ടിൻ്റെ നിർമ്മാണം തുടങ്ങി ചൈന. ഇന്ത്യയിലെ ആദ്യത്തെ മൈനിങ് ടൂറിസം പദ്ധതി ആരംഭിച്ചത് ജാർഖണ്ഡ്. ഇന്ത്യയിലെ ആദ്യത്തെ മൈനിങ് ടൂറിസം പദ്ധതി ആരംഭിച്ച് ജാർഖണ്ഡ്. ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയും ജാർഖണ്ഡ് മുക്തിമോർച്ച സ്ഥാപക നേതാവുമായ ഷിബു സോറൻ അന്തരിച്ചു. ജമ്മുകാശ്മീർ, ബീഹാർ, ഗോവ, മേഘാലയ, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലെ മുൻ ഗവർണർ സത്യപാൽ മാലിക് അന്തരിച്ചു. പ്രേം നസീറിൻ്റെ മകനും നടനുമായ ഷാനവാസ് അന്തരിച്ചു. ചലച്ചിത്ര മിമിക്രി താരം കലാഭവൻ നവാസ് അന്തരിച്ചു. പ്രേം നസീറിൻ്റെ മകനും നടനുമായ ഷാനവാസ് അന്തരിച്ചു. ചലച്ചിത്ര മിമിക്രി താരം കലാഭവൻ നവാസ് അന്തരിച്ചു. MB ശ്രീനിവാസൻ MBS പുരസ്കാരം സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണന്. KR മീരയ്ക്ക് ബുക്ക് ബ്രഹ്മ സാഹിത്യ പുരസ്കാരം 2 ലക്ഷം രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. മലയാറ്റൂർ സാഹിത്യ പുരസ്കാരം എഴുത്തുകാരൻ E. സന്തോഷ് കുമാറിൻ്റെ തപോമയുടെ അച്ഛൻ എന്ന നോവലിന്. മലയാറ്റൂർ സാഹിത്യ പുരസ്കാരം എഴുത്തുകാരൻ E. സന്തോഷ് കുമാറിൻ്റെ തപോമയുടെ അച്ഛൻ എന്ന നോവലിന്. ചട്ടമ്പിസ്വാമി ജയന്തി പുരസ്കാരം ഗോകുലം ഗോപാലന്. പ്രഥമ നാട്യവേദ പുരസ്കാരം നർത്തകി പത്മ സുബ്രഹ്മണ്യത്തിന്. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. കോഴിക്കോട് യുനെസ്കോ സാഹിത്യ നഗരത്തിൻ്റെ സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് സാറ ജോസഫിന്. കോഴിക്കോട് യുനെസ്കോ സാഹിത്യ നഗരത്തിൻ്റെ സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് സാറ ജോസഫിന്. 2024 തിക്കുറിശ്ശി അവാർഡുകൾ നടൻ ശ്രീനിവാസനും നടി മല്ലിക സുകുമാരനും. PT ചാക്കോ പുരസ്കാരം PJ ജോസഫിന്. ലോകത്ത് ആദ്യമായി നിർമ്മിത ബുദ്ധിയുടെ സംവിധാനത്തിൽ വീണ്ടും പ്രദർശനത്തിനെത്തുന്ന ചിത്രമാണ് 2013 പുറത്തിറങ്ങിയ ധനുഷ് ചിത്രമായ രാംധണ. ലോകത്ത് ആദ്യമായി നിർമ്മിത ബുദ്ധി സംവിധാനത്തിൽ വീണ്ടും പ്രദർശനത്തിനെത്തുന്ന ചിത്രമാണ് 2013 പുറത്തിറങ്ങിയ ധനുഷ് ചിത്രമായ രാംധണ. ISROയും നാസയും ചേർന്ന് വികസിപ്പിച്ച് ജൂലൈ 30 വിക്ഷേപിച്ച ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് NISAR. ISROയും നാസയും ചേർന്ന് വികസിപ്പിച്ച് ജൂലൈ 30 വിക്ഷേപിച്ച ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് NISAR. ഓർത്ത് വയ്ക്കാനൊരു ക്ലൂ പറഞ്ഞുതരാം. നാസയുടെ Nഉം ISROയുടെ ISRഉം കൂടി അങ്ങ് എടുത്താൽ മതി.